നമ്മൾ ഈ പരിശുദ്ധമായ പള്ളിയിൽ ഇങ്ങനെ ഒരുമിച്ച് കൂടി നിൽക്കുമ്പോൾ, ഈ പള്ളി എന്ന് പറയുന്നത് ഓരോ നാടിന്റെയും ഓരോ മഹലിന്റെയും കേന്ദ്രീകൃത ഭരണസ്ഥിര കേന്ദ്രമാണ്. ദീനി, ആത്മീയ, വൈജ്ഞാനിക മുന്നേറ്റങ്ങൾക്ക് എന്നും മുന്നേറ്റം കുറിച്ചു വെച്ചിട്ടുള്ളത് ആ മഹലിന്റെ കേന്ദ്രീകൃതമായിട്ടാണ്. അത് മഹാനായ ഇമാമുമാർ മുതൽ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോയി മദീനയിൽ എത്തിയ ശേഷം ആദ്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്ത പണി അത് പള്ളി ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു. പള്ളി ഉണ്ടാക്കുക. നബി തങ്ങൾ ആദ്യമായി മദീനയിൽ എത്തിയ ശേഷം ചെയ്തത് അവിടെ പള്ളി ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു. നബി തങ്ങൾ ഒരിക്കലും വീട് നിർമ്മാണത്തിനെയല്ല അവിടെ തിരഞ്ഞെടുത്തത്, അവിടെ പള്ളി ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു. കാരണം ആ പള്ളിയിൽ നിന്നാണ് പിന്നീട് ആ നാടിന്റെ എല്ലാവിധ ദീനി വൈജ്ഞാനിക മുഖമുദ്രകൾക്കും ശിലമാകുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു പറയുന്നുണ്ട്, വമൻ ശആയിറല്ലാഹി ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്. അല്ലാഹുവിന്റെ ശിആറുകൾ അതിൽപ്പെട്ടതാണ് പരിശുദ്ധമായ നമ്മുടെ മസ്ജിദുകൾ, മദ്രസകൾ, മറ്റു ആഘോഷങ്ങൾ, വലിയ പെരുന്നാളും ചെറിയ പെരുന്നാളും നബിദിനാഘോഷങ്ങളും എല്ലാം അല്ലാഹുവിന്റെ ആ മഹത്തായ സ്മരണയെ ഉയർത്തിപ്പിടിക്കാനുള്ള കേന്ദ്രീകൃതമായ വൈജ്ഞാനിക സമുച്ചയവും വൈജ്ഞാനിക വിഭാവനങ്ങളുമാണ് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ആ ജലാലിയത്തിനെ, അല്ലാഹുവിന്റെ ആ മഹത്തായ രൂപത്തെ അല്ലാഹു സൂറത്തുൻ നൂറിലൂടെ ഇങ്ങനെ പറയുന്നുണ്ട്, അല്ലാഹു നൂറുസ് സമാവാതി വൽ അർദ് മിസ്ലു നൂരിഹി കമിഷ്കാത്ത്. അല്ലാഹു എന്ന് പറയുന്നത് ഒരു സ്ഫടികത്തിന്റെ ഉള്ളിൽ അണയാത്ത ദീപം പോലെ കൊളുത്തി വെച്ച വിളക്ക് പോലെയാണെന്ന് അല്ലാഹുവിനെ പരിചയപ്പെടുത്തുന്നുണ്ട് സൂറത്തുൻ നൂറിൽ. അതിന്റെ വിശദീകരണമായിട്ട് സൂറത്തുൻ നൂറിലെ 35-ാമത്തെ ആയത്തിൽ തന്നെ ഇങ്ങനെ പറയുന്നുണ്ട്, അല്ലാഹുവിന്റെ ആ പ്രകാശം അത് പ്രത്യേകമായ ഗേഹങ്ങളിലൂടെയാണ്, പ്രത്യേകമായ ഭവനങ്ങളിലൂടെയാണ്, അത് സ്ഥിരകേന്ദ്രങ്ങളിലൂടെയാണ് പ്രവഹിച്ചു കൊണ്ടിരിക്കുന്നത്. അത്തരം ഭവനങ്ങളാണ് പരിശുദ്ധമായ മസ്ജിദുകൾ. ആ അല്ലാഹുവിന്റെ പള്ളികൾ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഓരോ നാടിന്റെയും ദീനി വൈജ്ഞാനിക മുഖമുദ്രകൾക്ക് ശിലാപാകിയ കേന്ദ്രങ്ങളാണ്. അത് മാലിക് ദീനാർ റളിയല്ലാഹു അൻഹു സംഘവും ഇവിടെ കേരളത്തിലേക്ക് കാസർഗോഡ് ആ ഭാഗത്ത് പള്ളി ഉണ്ടാക്കിയപ്പോൾ അന്ന് മുതൽ നമ്മുടെ കേരളത്തിൽ പാരമ്പര്യമായി ഇങ്ങനെ തുടർന്നു കൊണ്ടിരിക്കുകയാണ്. ഓരോ മഹല്ലത്ത് നോക്കിയാലും നമുക്ക് അങ്ങനെ തന്നെയാണ്. അവിടെയൊക്കെ ദീനിന്റെയും ഇസ്ലാമിന്റെയും ഈമാനിന്റെയും പ്രഭാകിരണങ്ങളായി ആ മഹലിന്റെ കേന്ദ്രബിന്ദുവായി വർത്തിക്കുന്നത് അത് പള്ളികളാണ്. അതുകൊണ്ട് തന്നെ അത്തരം പള്ളി ഭവന നിർമ്മാണങ്ങൾക്ക് വളരെ പവിത്രത ഇസ്ലാം കൽപ്പിക്കുന്നുണ്ട്. അള്ളാഹുവിന്റെ തൃപ്തി ആരെങ്കിലും ആഗ്രഹിച്ചുകൊണ്ട് ഒരു പള്ളി ഉണ്ടാക്കിയാൽ മൻ ബനാ മസ്ജിദൻ എന്ന് തുടങ്ങുന്ന ഒരു ഹദീസുണ്ട്. ആരെങ്കിലും അള്ളാഹുവിന് വേണ്ടി ഒരു പള്ളി ഉണ്ടാക്കിയാൽ സ്വർഗ്ഗത്തിൽ അല്ലാഹു അവനിക്ക് ഒരു കൊട്ടാരത്തെ നിർമ്മിച്ചു കൊടുക്കുമെന്ന്. എന്റെ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമ്മൾക്കൊക്കെ പള്ളികൾ ഇന്ന് സുലഭമാണ്. പള്ളിയുടെ ചരിത്രം പറയുമ്പോൾ മഹാനായ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം, ആ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്താണല്ലോ പ്രളയം ഉണ്ടാകുന്നത്. ഈ ലോകത്ത് തന്നെ വളരെയധികം അറിയപ്പെട്ട അന്ന് കഅബയുടെ 4 ഭാഗമൊക്കെ വെള്ളം നിറഞ്ഞ് കഅബക്ക് കേടുപാട് സംഭവിച്ച് പിന്നീട് ആ പള്ളി പുനർനിർമ്മാണം നടത്തുന്നത് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെയും മകൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെയും
അത്യധ്വാനമായ ആ പരിശ്രമത്തിലൂടെയാണ്. അങ്ങനെ കഅബ ഭവനം പണി പൂർത്തിയായി കഴിഞ്ഞപ്പോ, അങ്ങനെ അവസാനം കുറച്ച് കഅബയുടെ കല്ലുകൾ മിച്ചം വന്നു ബാക്കി വന്നപ്പോ, അല്ലാഹുവിന്റെ ആ അലങ്കരീയമായ വിധിപ്രകാരം തന്നെ ഒരു വലിയ കാറ്റടിക്കുകയും വലിയ കല്ലുകൾ പോയി ലോകത്തിന്റെ വിവിധ ദിക്കുകളിൽ സ്ഥാനമുറപ്പിക്കുകയും ആ സ്ഥാനമുറപ്പിച്ച വലിയ കല്ലുകൾ ഇന്ന് എവിടെയുണ്ടോ അവിടെയാണ് ഇന്ന് ജുമുഅത്ത് പള്ളികൾ നിലകൊള്ളുന്നത്. ചെറിയ കല്ലുകളും ആ കാറ്റടിച്ചപ്പോ ലോകത്തിന്റെ വിവിധ ദിശകളിലേക്കും പറന്നുപോയി. അങ്ങനെ ആ കാറ്റിന്റെ ദിശക്കനുസരിച്ച് ചെറിയ കല്ലുകൾ എവിടെയാണോ നിലകൊള്ളുന്നത് അവിടെയാണ് ഇന്ന് നമ്മുടെ നമസ്കാര പള്ളികൾ നിലകൊള്ളുന്നത് എന്ന് ചരിത്രങ്ങളിൽ പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് പള്ളിയെ പരിപാലിക്കുക എന്നുള്ള കർത്തവ്യമാണ് നമുക്കൊക്കെ മുന്നിലുള്ള കർത്തവ്യം. കാരണം ഇന്ന് പള്ളികൾ സുലഭമാണ്. നമുക്കറിയാം, നാഷണൽ ഹൈവേയിലൂടെയും റോഡിന്റെ ഓരോ സഞ്ചാരപാതകളിലൂടെയും കടന്നു പോയാൽ എത്രയോ മനോഹരമായ ആഡംബരമായ വളരെയധികം ഭംഗിയുള്ള മസ്ജിദുകൾ, ജുമുഅത്ത് പള്ളികൾ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ പള്ളിയെ പരിപാലിക്കുന്ന സമയത്താണ് നമ്മൾ അതിന്റെ പവിത്രതയും മനസ്സിലാക്കേണ്ടത്. നമുക്കറിയാം, ഒരു പള്ളിയിൽ നിന്ന് ഒരാൾ അനാവശ്യമായ വസ്തു എടുത്തു മാറ്റിയാൽ അല്ലാഹു സ്വർഗ്ഗത്തിൽ ഒരു ഭവനം പണിയുമെന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. അതുകൊണ്ട് പള്ളിയെ പരിപാലിക്കുക എന്നുള്ളത് വളരെ ഇസ്ലാമിൽ വളരെ പ്രതിഫലമുള്ള കാര്യമാണ്. മാത്രമല്ല, പള്ളികളിൽ ഇന്ന് നമുക്കറിയാം ഒരുപാട് സമുച്ചയങ്ങളായി ഉയർന്നു വരുന്നുണ്ട്. പക്ഷേ അവിടെയൊക്കെ ആ മഹല്ലിന് പുറമെ റോഡ് സൈഡിലൊക്കെയുള്ള പള്ളികളാവുമ്പോൾ അതിനെ നാം എങ്ങനെ പ്രാതിനിധ്യം കൊടുക്കുന്നുണ്ട് എന്ന് കൂടി നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. പള്ളികൾ ഒരുപാട് ഉയർന്നു വരുമ്പോൾ ആ പള്ളിയിൽ ചിലവഴിക്കുന്ന കരണ്ട്, അവിടെ ജോലി ചെയ്യും, അവിടെ സേവനമനുഷ്ഠിക്കുന്ന ഉസ്താദുമാർ, അവരുടെയൊക്കെ ദീനീ സേവനം സ്തുത്യർഹമാകണമെങ്കിൽ ആ മഹല്ലുകാർ, ആ നാട്ടുകാർ ആ പള്ളിയെ വേണ്ട വിധത്തിൽ കാര്യത്തിൽ ഗൗരവത്തിലെടുക്കണം. നിസ്കരിക്കാനുള്ള സമയമാകുമ്പോൾ പള്ളിയിൽ നിന്ന് ബാങ്ക് കൊടുക്കുമ്പോൾ നമ്മൾ അതിന്റെ സമയത്തിന് അനുചിതമായി കൊണ്ട് തന്നെ പള്ളിയിലേക്ക് കടന്നു വന്ന് നമസ്കരിക്കണം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ആരെങ്കിലും വുളൂഎടുത്ത് വീട്ടിൽ നിന്ന് വുളൂഎടുത്ത് പള്ളിയിലേക്ക് ജമാഅത്ത് പ്രതീക്ഷിച്ച് പോകുന്ന ആ സന്ദർഭം അവൻ ഹജ്ജിന് ഇഹ്റാം കെട്ടിയവനെ പോലെയാണ്. എന്നിട്ടോ മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറയുന്നുണ്ട്, അങ്ങനെ ഒരാൾ വീട്ടിൽ നിന്ന് വുളൂഎടുത്ത് പള്ളിയിൽ പോയി നമസ്കരിക്കണമെന്ന നിയ്യത്തോടെ പോകുമ്പോൾ അവന്റെ ഒരു കാൽപാദം ഉയർത്തുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ സ്വർഗ്ഗത്തിൽ ഒരു പദവിയെ ഉയർത്തും. അതുപോലെ മറ്റേ കാൽപാദം ഭൂമിയിൽ ചവിട്ടി വെക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മനുഷ്യന്റെ ഒരു പാപം പൊറുക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പള്ളിയിൽ ജമാഅത്തായി നമസ്കരിക്കുക എന്ന് പറയുന്നത് അതിനേക്കാൾ വലിയ പ്രതിഫലമുള്ള കാര്യം എന്താണ്? നോക്കൂ, നിങ്ങൾ ഹജ്ജിന് ഇഹ്റാം കെട്ടിയവനെ പോലെ ഒരു കാൽപാദം ഉയർത്തുമ്പോൾ അവന്റെ ഒരു പദവി സ്വർഗ്ഗത്തിൽ ഉയർത്തുക, ഒരു കാൽപാദം ഭൂമിയിൽ വെക്കുമ്പോൾ അവന്റെ ഒരു പാപത്തെ അല്ലാഹു മായ്ച്ചു കളയുക. അതുകൊണ്ട് ഇതൊക്കെ വലിയ വലിയ മഹത്വമുള്ള കാര്യമാണ്. മാത്രമല്ല, ഇന്നൊക്കെ പലപ്പോഴും പള്ളികൾ അഹങ്കാരത്തിന്റെയും അല്ലെങ്കിൽ മേനി പറച്ചിലിന്റെയും ഒരു മഹലിന്റെ അഭിമാനമായി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഞങ്ങളുടെ പള്ളി ഇത്ര കോടിയുള്ള പള്ളിയാണ്, അല്ലെങ്കിൽ ഇത്ര ലക്ഷങ്ങൾ ചിലവഴിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഇത്ര ഏസികളുള്ള പള്ളിയാണ് എന്ന് പ്രൗഢി പറയുന്നതാണ്. അതൊരിക്കലും ഒരു മുഅ്മിനായ മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് മനസ്സിൽ നിന്ന് ഉണ്ടാവാൻ പാടില്ലാത്തതാണ്.
മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറയുന്നുണ്ട്, പള്ളിയുടെ കാര്യത്തിൽ അഹങ്കരിക്കുന്ന കാലം വന്നിട്ടല്ലാതെ ഖിയാമത്ത് നാൾ സംഭവിക്കുകയില്ലെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് പള്ളി എന്ന് പറയുന്നത് കേവലം ആരാധനക്കുള്ളതാണ്. അതിനപ്പുറം അതൊരു മഹലിന്റെ മേനി പറയലിനോ അല്ലെങ്കിൽ ഒരു പേരുത്ത പ്രകടനത്തിനോ വേണ്ടിയുള്ളതല്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പള്ളിയൊക്കെ അല്ലാഹുവിന്റെ ഭവനങ്ങളാണ്. പള്ളികളാകുന്ന പള്ളികളൊക്കെ അത് അല്ലാഹുവിന് വേണ്ടി വഖഫ് ചെയ്തതാണ്. അത് ഖിയാമത്ത് നാൾ വരെ അത് പള്ളികളായിരിക്കും എന്റെ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ആ പള്ളിയെ അല്ലാഹുവിന്റെ ഭവനമായി നമ്മൾ ഖിയാമത്ത് നാൾ വരെ ജീവിതത്തിൽ കൊണ്ടുവരിക എന്നുള്ളതാണ്. നോക്കൂ നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, നമ്മളൊക്കെ പലപ്പോഴും അശ്രദ്ധകളിൽ മുഴുകിക്കൊണ്ട് നമ്മിൽ നിന്ന് വന്നു പോകുന്ന വലിയൊരു പിഴവാണ് പള്ളിയുടെ ഉള്ളിൽ വെച്ച് സംസാരിക്കുക എന്നുള്ളത്. പള്ളിയുടെ ഉള്ളിൽ വെച്ച് സംസാരിക്കുമ്പോൾ അതൊക്കെ വലിയ തെറ്റാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, മൻ തകല്ലമ ബികലാമി ദുനിയാ ഫിൽ മസ്ജിദ്, അല്ലാഹുവിന്റെ ഈ പരിശുദ്ധമായ ഭവനത്തിൽ. നമുക്കറിയാം ഈ ഭാഗമൊക്കെ വഖഫ് ചെയ്യപ്പെട്ട സ്ഥലങ്ങളാണ്. കേവലം പള്ളികൾക്കൊക്കെ മീറ്റിംഗ് കൂടുവാനും അതുപോലെ അവർക്കൊക്കെ സംസാരിക്കുവാനൊക്കെ നമ്മുടെ പള്ളിക്കുള്ളതുപോലെ ഒരു പ്രത്യേക ഹാൾ തയ്യാറാക്കപ്പെടാറുണ്ട്. അവിടെ സംസാരിക്കുന്ന വിഷയമല്ല. പക്ഷെ നമ്മുടെ ഈ വഖഫ് ചെയ്യപ്പെട്ട ഈ പള്ളിക്കുള്ളിൽ സംസാരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, മൻ തകല്ലമ ബികലാമി ദുനിയാ ഫിൽ മസ്ജിദ്, അല്ലാഹുവിന്റെ പള്ളിയിൽ ആരെങ്കിലും ദുനിയവിയായ സംസാരിച്ചാൽ, ഇവിടെ നിന്ന് ഈ മിഹ്റാബിന്റെ മുന്നിൽ നിന്ന് ഇവിടെ നമസ്കരിക്കും, ഇവിടെ നിങ്ങളോട് ഇപ്പോൾ അഭിസംബോധന ചെയ്യുന്നത് അത് ഉഖ്റവിയായ കാര്യമാണ്, ആഖിറത്തിലേക്കുള്ള കാര്യമാണ്. ഒരിക്കലും ദുനിയവിയായ സംസാരമല്ല. മറിച്ച് നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് ഇവിടെ പള്ളിക്കുള്ളിൽ നമ്മൾ സംസാരിക്കുമ്പോൾ 40 വർഷത്തെ അവന്റെ സൽക്കർമ്മങ്ങൾ അല്ലാഹു നിഷ്പ്രഭമാക്കി കളയുമെന്ന് പരിശുദ്ധ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നമ്മുടെ ഈ പള്ളിയിൽ ഈത്തികാഫിന്റെ നെയ്യത്തോടെ നമ്മൾ കടന്നു വന്നിരിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മളൊക്കെ ഒരു മനുഷ്യന്റെ കേവലം ആയുസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എണ്ണിയത് 60 വയസ്സൊക്കെയാണ്. 60 വയസ്സൊക്കെയാണ് പ്രായം. ആ പ്രായത്തിന്റെ ഇടയ്ക്ക് തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു മനുഷ്യൻ ഒരു 15 വർഷത്തോളം ഈ 60 വയസ്സിൽ അവൻ ഉറക്കത്തിലാണ്. കേവലം 15-18 വയസ്സ് വരെ അവന്റെ കൗമാര പ്രായവുമായി ഈ ലോകത്ത് അവൻ കളികളിലും തമാശകളിലുമായി ഇടപഴകുകയാണ്. പിന്നീട് അവസാനം ഒരു 10 വർഷം 5 വർഷം അവന്റെ ഈ വാർദ്ധക്യ സഹജമായ കാരണങ്ങളാൽ അവൻ കട്ടിലാണ്. ഇതിന്റെ ഇടയിൽ കേവലം ഒരു 10-15 വർഷമാണ് ഒരു മനുഷ്യന് ലഭിക്കുന്നത്. ആ ലഭിക്കുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ അല്ലാഹു പൊളിച്ചു കളയുമെന്ന് പറയുമ്പോൾ അതിന്റെ ഗൗരവം നാം മനസ്സിലാക്കണം. അതുകൊണ്ട് പള്ളിക്കുള്ളിൽ കയറിയാൽ പിന്നീട് സംസാരമില്ല, പിന്നീട് ഖുർആൻ പാരായണമാണ് വേണ്ടത്, ദിക്റുകളാണ് വേണ്ടത്, തഹ്ലീലാണ് വേണ്ടത്. കാരണം ഇത് അല്ലാഹുവിന്റെ ഭവനമാണ്. അല്ലാഹുവിനെ സ്മരിക്കാൻ വേണ്ടി നിർമ്മിക്കപ്പെട്ട ഭവനങ്ങളാണ്. അങ്ങനെയുള്ളവരെ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എടുത്തു പറയുന്നുണ്ട്, ഇന്നമാ യഅ്മുറു മസാജിദല്ലാഹി മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ എന്ന് തുടങ്ങിയിട്ട് നബി അവസാനം പറയുന്നുണ്ട്, വലം യഖ്ശ ഇല്ലല്ലാഹ്. ആരാണ് പള്ളിയുമായി യഥാർത്ഥത്തിൽ ബന്ധപ്പെടുന്നവൻ? അവൻ അല്ലാഹുവിനെ അല്ലാതെ ഭയക്കാത്തവനാണ്. അവൻ എപ്പോഴും അല്ലാഹുവിനെ വിശ്വസിക്കുന്നവനും അതുപോലെ നമസ്കാരം നിലനിർത്തുന്നവരുമാണ്. അവരാണ് യഥാർത്ഥത്തിൽ 5 വക്തമായി സ്ഥിരമായി പള്ളിയുമായി ഇടപഴകി ജീവിക്കുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങൾ എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ. അങ്ങനെയുള്ളവരെ
പ്രവാചകൻ പറഞ്ഞു, അങ്ങനെയുള്ള 5 വക്ത് നമസ്കാരം അല്ലാഹുവിന്റെ പള്ളിയിൽ സ്ഥിരമായി നമസ്കരിക്കുന്ന ഒരാളെ കണ്ടാൽ അയാളെ ഈമാനുണ്ടെന്ന് നിങ്ങൾ സാക്ഷ്യം വഹിച്ചു കൊള്ളുമെന്ന് വിശ്വപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് പള്ളിയുമായി നിത്യേന ബന്ധപ്പെടുന്നവർ, നമുക്കറിയാം അർശിന്റെ തണൽ ലഭിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 7 വിഭാഗക്കാരെ എണ്ണിയപ്പോൾ അതിലും ഒരാളായി പറഞ്ഞത് പള്ളിയുമായി എപ്പോഴും ആ മനുഷ്യൻ സജീവ സാന്നിധ്യമായിട്ടുണ്ടാവും. പള്ളിയുടെ ദൈനംദിന കാര്യങ്ങളിൽ, അതുപോലെ പള്ളിയുമായി നമസ്കാരത്തിന് ജമാഅത്തിന് വാങ്ങു കൊടുത്താൽ പള്ളിയിൽ പോയി നമസ്കരിക്കുന്ന ആളുകളായിരിക്കും. ആ മനുഷ്യൻ അല്ലാഹു നാളെ അർശിന്റെ തണൽ ഒരുക്കി കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മാത്രമല്ല, ഒരു സംഭവം കൂടി ഞാൻ പറയുകയാണ്. പള്ളി പരിപാലിക്കുന്നവർക്ക് വളരെ മഹത്വമുണ്ട്. പള്ളിയെ ഇതിനോട് ഓരപ്പറ്റി ജീവിക്കുന്നവർ, ഇതിന്റെ ഓരോ താമർത്തണലുമായി നിൽക്കുന്നവർ, അവർക്ക് വലിയ മഹത്വം പറയുന്നുണ്ട്. നാളെ ഖിയാമത്ത് നാളിൽ പള്ളികളൊക്കെ ഒട്ടകങ്ങളുടെ രൂപത്തിൽ, വെള്ള ഒട്ടകങ്ങളുടെ രൂപത്തിൽ കടന്നു വരുമെന്ന് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് ഇതിന്റെ കടിഞ്ഞാണ് പിടിക്കുന്നത്. ഈ ഒട്ടകങ്ങളെ, ഓരോ ഒട്ടകങ്ങൾ വളരെയധികം വേഗത്തിൽ സഞ്ചരിച്ചു പോകുമ്പോൾ മറ്റുള്ള ആളുകൾ പറയും, അതിന് പുറത്ത് സഞ്ചരിക്കുന്നവർ അവർ അമ്പിയാക്കളോ അല്ലെങ്കിൽ സ്വാലിഹീങ്ങളോ ആയിരിക്കും. അപ്പോൾ അവിടുന്ന് പറയപ്പെടും, അത് സ്വാലിഹീങ്ങളല്ല, അവർ അമ്പിയാക്കളല്ല, മറിച്ച് പള്ളിയുമായി എപ്പോഴും ഓരം ചേർന്ന് ജീവിക്കുന്നവരാണ്. അതിനെ ശുശ്രൂഷിക്കുന്നവർ, ഒട്ടകങ്ങളെ, ആ പള്ളികളായി രൂപം മാറിയ ഒട്ടകങ്ങളെ ശുശ്രൂഷിക്കുന്നവർ, അവർ അന്ന് ആ പള്ളിയിൽ പാകപ്പെടുന്ന പ്രാർത്ഥനമാരാണ്. അതിന് നേതൃത്വം കൊടുക്കുന്ന, കടിഞ്ഞാൻ പിടിക്കുന്നത് അന്ന് പള്ളികളിൽ, അവരുടെ പള്ളികളിൽ മെഹ്റാബിൽ നേതൃത്വം കൊടുക്കുന്ന ഇമാമുമാരാണ്. പിന്നീട് അവർക്ക് പിറകെയുള്ളവർ ആ പള്ളിയെ സഹായിച്ചവരാണ്, പള്ളിയുമായി പരിപാലനത്തിൽ ഏർപ്പെട്ടവരാണ്, പള്ളിയുടെ എല്ലാവിധ സേവനങ്ങൾക്കും നിതാന്ത ജാഗ്രത പ്രാപിച്ചവരാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ ഒരു ഹദീസിലൂടെ പറയുന്നുണ്ട്. അതുകൊണ്ട് പള്ളിയുമായി, ആ പള്ളിയുടെ മര്യാദയെ നാം പരിപാലിച്ചുകൊണ്ട് തന്നെ 5 വക്ത് നമസ്കാരത്തിന് പള്ളിയിൽ നിന്ന് ഇവിടെ മാറി കൊടുക്കുമ്പോൾ നമ്മളൊക്കെ നമ്മുടെ മക്കളെ ഒരുമിച്ച് കൂട്ടി ഈ പള്ളിയാകുന്ന അല്ലാഹുവിന്റെ വിശുദ്ധമായ ഭവനത്തിൽ സംഗമിക്കണം. നമ്മുടെ നാട്ടിലൊക്കെ അൽഹംദുലില്ലാഹ്